നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി ഒരു വചനം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വചനങ്ങൾ വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5:1 മുതലുള്ള വചനങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. യേശു നല്ലവൻ. കർത്താവേ, നിനക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രാപത്തിനും നീപണോപത്തിനും നീപണം പൈശാചിക മണ്ഡലങ്ങളായി കർത്താവേ, നിനക്ക് സ്തോത്രം, 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 സ്തോത്രം. റീഷടാരവര പരിവർത്തനവര പരിവർത്തിതാരവ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. കർത്തൻ നല്ലവൻ, അവൻ ചുമന്നത്. അടുത്തൊരു വായിച്ചാട്ടെ. പിള്ളേർ ഉത്സാഹമായിട്ട് നിൽക്കുക. വായിച്ചു മോളെ. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ. ഹല്ലേലൂയ. സ്തോത്രം. യേശു നല്ലവൻ. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ദ എന്ന എബ്രായർ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായാലും അവനും സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നത് എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എന്ന് കിടക്കി എടുത്ത് നടന്നു. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് വിവിധമല്ല എന്ന് പറഞ്ഞു. മതി. ഞങ്ങളെ സ്നേഹിക്കുന്ന നൽകിയ വചനം തിരുക്കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവ് അടിയനോട് സംസാരിക്കണം. നിന്റെ ജനങ്ങൾക്ക് വേണ്ടി ആലോചന കൊടുക്കണമേ. അപ്പ മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവ ശബ്ദം കേൾപ്പാൻ, ദൈവാലോചന കേൾപ്പാൻ അല്ലെങ്കിൽ ഹൃദയങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തി നിന്റെ കരങ്ങൾ സമർപ്പിക്കട്ടെ. സകല മഹത്വം തിരുമേനി എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാതന കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ദൈവത്തിന്റെ മേൽ പലപ്പോഴും നമ്മൾ പ്രസംഗം കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. ബെഥസ്ദ കുളക്കരയില് ഒരു മനുഷ്യൻ 38 വർഷമായിട്ട് അവിടെ കിടക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അവന് സൗഖ്യം കിട്ടിയിട്ടില്ല. അപ്പൊ യേശു അല്ലെ ഉത്സവത്തിന്റെ പെരുന്നാളിൽ, ഒരു പെരുന്നാളിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഏത് പെരുന്നാളെന്ന് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആ പെരുന്നാളിൽ യേശു അവിടേക്ക് കടന്നു വരികയാണ്. ആട്ടുവാസലിൽ കൂടി ഹല്ലേലൂയ സ്തോത്രം അകത്ത് കയറി ബെഥസ്ദ എന്ന കുളക്കരയിലേക്ക് യേശു വന്നിട്ട് ഈ മനുഷ്യനോട് ചോദിക്കുക, അല്ലെങ്കിൽ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ഇവൻ പറഞ്ഞു, ഹല്ലേലൂയ കർത്താവേ, ഞാൻ അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പേ വേറൊരുത്തൻ കുളത്തിൽ ചാടും, അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ സൗഖ്യം പ്രാപിക്കും? ഇതായിരുന്നു അവന്റെ ഉദ്ദേശം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ആദ്യമായിട്ട് ഹല്ലേലൂയ പറയാൻ ആഗ്രഹിക്കും. ബെഥസ്ദ എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് മെഴ്സി, കരുണയുടെ ഭവനം. ഹല്ലേലൂയ സ്തോത്രം. കരുണയുടെ ഭവനം എന്നാണ് ബെഥസ്ദ എന്ന വാക്കിന്റെ അർത്ഥം. ഈ ബെഥസ്ദ കുളത്തിൽ 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു. 5 എന്നത് പറയുന്നത് ദൈവത്തിന്റെ കൃപയെ കാണിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. 5 മണ്ഡപങ്ങളുള്ള ഒരു ബെഥസ്ദ കുളം. ഹല്ലേലൂയ. അവിടേക്കാണ് യേശു കടന്നു വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ നന്മ. ഹല്ലേലൂയ സ്തോത്രം. ആട്ടുവാതിൽ എന്ന് പറയുന്ന വാതിലിൽ കൂടി യേശു കടന്ന് അല്ലെങ്കിൽ ബെഥസ്ദ കുളത്തിന്റെ കരയിലേക്ക് കടന്നു വരിക. ഈ ബെഥസ്ദ കുളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും വെള്ളത്തിൽ നോക്കിക്കൊണ്ടിരിക്കും. മുഖത്ത് നോക്കാൻ സമയമില്ല, തമ്മിൽ സംസാരിക്കാൻ സമയമില്ല. അല്ലെങ്കിൽ ഇവരെ നോട്ടം എല്ലാം വെള്ളത്തിലാ. വെള്ളം കലങ്ങുന്നത് നോക്കിയായിരിക്കും. എന്ന് വെച്ചാൽ വെള്ളം കലങ്ങി ആദ്യം ചാടുന്നവന് വിടുതല. ഇതാണ് അവിടുത്തെ വിഷയം. അവിടെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനോ അടികൂടാനോ വെള്ളം വയ്ക്കാനോ ഒന്നും സമയമില്ല. ഇവരെ ആരെ നോക്കിയാലും എല്ലാം വെള്ളത്തിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് യേശു കടന്നു വരുന്നത്. കരങ്ങൾ സ്തുതിക്കാം.
ദൈവത്തിന് നന്മ. വാതിൽ എന്ന് പറയുമ്പോൾ ആട്ടുവാതിൽ. ആട്ടുവാതിൽ എന്ന് പേര് വരാൻ കാര്യം എന്തെന്നറിയാമോ? അല്ല, യെരുശലേം ദേവാലയത്തിൽ യാഗം കൊടുക്കുന്ന ആടുകളെ കടത്തിക്കൊണ്ടുവരുന്ന വാതിലാണ് ഈ വാതിൽ. ഈ വാതിലിൽ കൂടിയാണ് യെരുശലേം ദേവാലയത്തിൽ അല്ല യാഗം കൊടുക്കുന്ന ആടിനെ കടത്തിക്കൊണ്ടുവരുന്നത്. ഈ വാതിലിൽ കൂടിയാണ് യേശു കടന്നു വരുന്നത്. ദൈവത്തിന് നന്മ. ഈ വാതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വാതിലിൽ കൂടി ഒരു ആട് കടന്നു വന്നാൽ പിന്നെ ഈ ആട് മടങ്ങി പോകത്തില്ല. കാര്യം എന്തെന്നറിയാമോ? ഇത് നേരെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു യാഗവസ്തുവായി മാറ്റപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകിയ ക്രിസ്തു ഈ ആട്ടിന്റെ വാതിലിൽ കൂടി കടന്നു വന്നു. കരങ്ങളിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ നന്മേ. ഹല്ലേലൂയ. പഴയ നിയമം തൊട്ട് പരിശുദ്ധവാന്മാർ നോക്കി നിൽക്കുന്ന ഒരു കുഞ്ഞാട്. ഹല്ലേലൂയ. ദാവീദ് ചോദിച്ചു, ആ കുഞ്ഞാട് എവിടെ? മോശെ ചോദിച്ചു, ആ കുഞ്ഞാട് എവിടെ? ഹല്ലേലൂയ. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം ഈ കുഞ്ഞാട് എവിടെയെന്ന് തപ്പി നടക്കുമ്പോൾ പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോർദാന കരയിൽ നിന്നുകൊണ്ട് യോഹന്നാൻ യേശുവിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവനാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന, എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും യാഗമാകാൻ നോക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യാഗമാകുന്ന ആട്ടിന്റെ വാതിലിൽ കൂടി അകത്ത് കടന്ന് പറ്റൂ. ദൈവത്തിന് നന്മ. ഈ വാതിലിൽ കൂടിയാ യേശു കടന്നു വരുന്നത് കേട്ടോ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ. എന്നിൽ കൂടി ഒരുത്തൻ അകത്ത് കടന്നാൽ അവൻ അകത്തും പുറത്തും പോയി മേയ്ച്ചൽ കണ്ടെത്തും. അല്ലെ, അതുവരെയും ഈ വാതില് ആട്ടിന്റെ വാതിലാണെങ്കിൽ യേശു പറഞ്ഞു, ഐ ആം ദ ഡോർ വേ ഓഫ് സാൽവേഷൻ. അല്ലെ, ഞാനാണ് വാതില്. ഹല്ലേലൂയ, സ്തോത്രം. ഈ യേശു എന്ന വാതിലിൽ കൂടി കടന്നുപോയാൽ അകത്തും പുറത്തും പോയി മേയ്ച്ചൽ കണ്ടെത്താം. പക്ഷേ ആട്ടുവാതിലിൽ കൂടി കടന്നുപോയാൽ നീ യാഗമാകണം. അല്ലെങ്കിൽ നീ മരിച്ചു പോകും. നീ ഒരിക്കലും മടങ്ങിപ്പോകുകയില്ല. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ. എന്നിൽ കൂടി ഒരുത്തൻ അകത്ത് കടന്നാൽ അവൻ അകത്തും പുറത്തും മേയ്ച്ചൽ കണ്ടെത്തും. നിന്റെ ആവശ്യങ്ങൾ ദൈവം കണ്ടെത്തുമെന്ന്, നിന്റെ വിടുതല് ദൈവം നൽകുമെന്ന്, നിന്റെ പ്രശ്നത്തിന് ദൈവം പരിഹാരം നൽകും. അതാണ് ഈ വാതിലിന്റെ പ്രത്യേകത. ദൈവത്തിന് നന്മ. പഴയ നിയമത്തിലെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് വാതിലുകളുണ്ട് കേട്ടോ. അല്ലെ, പഴയ നിയമത്തില് യാക്കോബ് ഒരു ഏണി കണ്ടിട്ട് ദൈവദൂതൻ കയറുകയും ഇറങ്ങുകയും ചെയ്തിട്ട് പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരമായിരിക്കുന്നു, ഇത് സ്വർഗത്തിന്റെ വാതിലല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് അവൻ ബഥേൽ എന്ന് പേരിട്ടു. കരങ്ങളിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പഴയ നിയമത്തിലും സ്വപ്നത്തിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. പക്ഷേ യേശു ഇറങ്ങി വന്നതിന് ശേഷം, യേശു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം ഈ വാതിൽ തുറക്കപ്പെട്ടു. കരങ്ങളിൽ സ്തുതിക്കാം. ദൈവത്തിന് നന്മ. പഴയ നിയമത്തില് ആദാമും ഏവാളോടും ദൈവം പറഞ്ഞു, ഈ മരത്തിന്റെ ഫലം തിന്നരുതെന്ന്. അല്ലെ, നന്മയും തിന്മയും അറിയുന്ന ഫലത്തിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത്. അല്ല, പക്ഷേ അവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അല്ല, ജീവന്റെ വൃക്ഷം ഇവിടെ നിൽപ്പുണ്ട്, അതിന്റെ ഫലം കഴിക്കാമായിരുന്നു. അല്ല, ദൈവത്തിന്റെ പദ്ധതി മനുഷ്യൻ ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ചിട്ട് അതിനുശേഷം ദൈവത്തിന്റെ അനുവാദത്തോടു കൂടി നന്മയും തിന്മയും അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം കഴിക്കണം. അതായിരുന്നു ദൈവത്തിന്റെ പ്രോജക്റ്റ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഈ ജീവന്റെ വൃക്ഷം കഴിക്കാതെ ഇവൻ നന്മയും തിന്മയും കഴിച്ചു. അതാണ് അവിടെ വന്ന സംഭവം. ഹല്ലേലൂയ, ദൈവത്തിന് നന്മ. അതുകൊണ്ട് ദൈവം എന്ത് പറഞ്ഞതറിയാമോ? ഈ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ അവൻ പിന്നെ മരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ പാപം ചെയ്ത മനുഷ്യൻ കൊണ്ട് ഭയങ്കര വഷളത്വം ഉണ്ടാകുമെന്ന് പറഞ്ഞു ജീവന്റെ വൃക്ഷത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കെരൂബിനെ വെച്ച് ഒരു വാള് വെച്ചു. കരങ്ങൾ ശ്രദ്ധിക്കാം. ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു വാൾ അവിടെ വെക്കുക. ഈ വാൾ ഏത് വാളാന്നറിയാമോ? ഹല്ലേലൂയ, ദൈവത്തിന്റെ കോപാഗ്നിയുടെ വാളാ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം പാപം ചെയ്ത മനുഷ്യനെ വെട്ടിത്തീർക്കുവാൻ ദൈവത്തിന്റെ കോപത്തിന്റെ വാൾ മുകളിലേക്ക് ഊരി പിടിച്ചപ്പോൾ ക്രിസ്തു ആ കരത്തിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, പിതാവേ, അരുത് അരുത്, മനുഷ്യനെ നീ കൊല്ലരുതെന്ന് പറഞ്ഞു അവിടെ പിടിച്ചു നിർത്തി. ആ വാള് ജീവന്റെ വൃക്ഷമാകിയ ക്രിസ്തുവിന്റെ മുൻപിൽ നിൽക്കുന്ന വാളതാ. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാട് വിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ജയം പ്രാപിക്കുന്നവരെവനോ അവന് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം അഴിപ്പാൻ കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൽ വരുമ്പോഴാണ് നമുക്ക് ഇതിന് അനുവാദം കിട്ടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് നന്മ. ഹല്ലേലൂയ, സ്തോത്രം. ഈ സ്വർഗത്തിന്റെ വാതിൽ, അടയ്ക്കപ്പെട്ട വാതിൽ, അതിന്
അതിന്റെ മുകളിൽ ദൈവത്തിന്റെ കോപാഗ്നിയുടെ കത്തി അത് തൂങ്ങിക്കിടക്കുകയാ. ആർക്കും അങ്ങോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഇത് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ആബ്രഹാം തന്റെ ഏകജാതനെ കൊല്ലുവാൻ വാളൂരി തൂക്കിപ്പിടിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അത് വില്ലയാണ്ടാൻമേൽ ഒരു കൈയെ വയ്ക്കാതെ ആ വാൾ അവിടെ നിന്നു. അത് ദൈവത്തിന്റെ വാള് ഏദൻ തോട്ടത്തിന് മുൻപിൽ നിന്നു. സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വഴിയില്ലാതെ മനുഷ്യനും ദൈവം തമ്മിൽ വേർപെട്ട് ജീവിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, അല്ലെ വാളെ ഉണരുക, ഇടയനെ വെട്ടുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് കാൽവരി ക്രൂശിൽ വെച്ച് യേശു ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ടപ്പോൾ മുകളിൽ തൂങ്ങിക്കിടന്ന ദൈവത്തിന്റെ കോപാഗ്നി എന്ന വാൾ അത് ദൈവം കൈവിട്ടപ്പോൾ അത് ഊരി വന്ന് വീണത് ഹല്ലേലൂയ തന്റെ ഏകജാതനായ ക്രിസ്തുവിന്റെ മേലായിരുന്നു. അത് മനുഷ്യർക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു വലിയ ശിക്ഷയായിരുന്നു അത്. അത് പുത്രനായ യേശുവിന് അറിയാം, ഈ ശിക്ഷ മനുഷ്യന് സഹിക്കാൻ പാടത്തില്ല. അത് എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ശിക്ഷ യേശു ഏറ്റെടുത്തു. ശ്രദ്ധിക്കാം. അതിനുശേഷമാണ് പുതിയ നിയമത്തില് അല്ലെങ്കിൽ വിശുദ്ധന്മാര് സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടത്. സ്റ്റിഫാനോസ് പറഞ്ഞ് സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. യേശു അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു സിംഹാസനത്തിന് മുൻപിൽ. വെളിപ്പാട് വീഴ്ത്തുന്ന യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അല്ലെ സ്വർഗം തുറന്നു, അവൻ ദർശനം കണ്ടു. ഹല്ലേലൂയ, ഒരിക്കലും തുറക്കപ്പെടാത്ത സ്വർഗത്തിന്റെ വാതിൽ യേശു ഇറങ്ങി വന്നു, തുറന്നു ദൈവത്തിനാണ്. അല്ലെ, അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ തന്നെ വാതിൽ. ഹല്ലേലൂയ, എന്നിൽ കൂടി അകത്ത് പ്രവേശിക്കുക, എന്നിൽ കൂടി കടന്നു വരുന്നവൻ അകത്തും പുറത്തും മേച്ചൽ കണ്ടെത്തും. ഹല്ലേലൂയ, പുറമെന്ന് പറയുന്നത് സ്വർഗം, അകമെന്ന് പറയുന്നത് ഭൂമി. ഭൂമിയിലും സ്വർഗത്തിലും ഒരുപോലെ നിനക്ക് അനുഗ്രഹമുണ്ട്. ക്രിസ്തു എന്ന വാതിലിൽ കൂടി നീ കടന്നു വന്നാൽ. ഹല്ലേലൂയ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ തന്നെ വാതിൽ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് ഇന്ന് പകൽ സമയം നമ്മൾ ഏത് വാതിൽ കൂടിയാ കടന്നു പോകുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. യേശു ഇവിടെ വന്നിട്ട് ബെഥസ്ദാ കുളത്തിലേക്ക് കടന്നു വരിക. എന്റെ ഇത് മുഴുവനും അല്ലെങ്കിൽ തീർക്കാൻ സമയം കാണത്തില്ല. എന്നാലും നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥനയോട് ആയിരിക്കാം. യേശുവിന്റെ അടുത്ത സ്റ്റെപ്പ് ബെഥസ്ദാ കുളത്തിൽ 5 മണ്ഡപം. 5 മണ്ഡപം കൃപയെ കാണിക്കുകയാണ്, കൃപയുടെ യുഗം. അല്ലെ, പഞ്ചഗ്രന്ഥങ്ങളെ കാണിക്കുന്നു. മോശ എഴുതിയ തോറ എന്ന് പറയുന്ന പഞ്ചഗ്രന്ഥങ്ങളെ കാണിക്കുകയാണ് 5 എന്ന രക്കം. ഹല്ലേലൂയ, സ്തോത്രം. യഹൂദന്മാരുടെ നമ്പറിന് വലിയ പ്രാധാന്യമുണ്ട്. അവർ ഉപയോഗിക്കുന്ന ഓരോ നമ്പറിനും ഓരോ അർത്ഥമുണ്ടായിരുന്നു. 5 മണ്ഡപങ്ങളുണ്ട്. ഹല്ലേലൂയ, കർത്താവാകിയ ദൈവം ഹല്ലേലൂയ മനുഷ്യനെ 6ാമത്തെ ദിവസം സൃഷ്ടിച്ചു. എന്തെന്നറിയാമോ? 5 ദിവസങ്ങളിൽ മനുഷ്യന് വേണ്ടിയതെല്ലാം ദൈവം സൃഷ്ടിച്ചു. ഹല്ലേലൂയ, ഈ മനുഷ്യൻ കഷ്ടപ്പെടാൻ പാടില്ല, ഈ മനുഷ്യൻ ഹല്ലേലൂയ വേദന അനുഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് 5 ദിവസം അവന് വേണ്ടി സൂര്യനെ, ചന്ദ്രനെ, ഹല്ലേലൂയ സ്തോത്രം എല്ലാം സൃഷ്ടിച്ചിട്ട് 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. 5 എന്ന് പറയുന്നത് കൃപയുടെ ദിവസമാണ്. 5 മണ്ഡപങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവിടെ 4 ജാതി രോഗികളുണ്ട്. ഒന്ന് കുരുടര്, മറ്റൊന്ന് മുടന്തര്, അല്ലെങ്കിൽ 3ാമത്തെ കാറ്റഗറി പറയുന്നത് പക്ഷരോഗക്കാര്. അല്ലെ 3 പേര്. പിന്നെ പലവിധ രോഗങ്ങളുള്ളവർ. ഇങ്ങനെ 4 ഗ്രൂപ്പുകളെ അവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ഈ 4 ഗ്രൂപ്പില് ഇവിടെ വിടുതൽ പ്രാപിക്കുന്ന ഏത് ഗ്രൂപ്പാണെന്നറിയാമോ? ഈ കോമൺ ഗ്രൂപ്പിലുള്ളവര്. ഹല്ലേലൂയ, അവർക്ക് വിടുതൽ പ്രാപിക്കാൻ എളുപ്പമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വന്നിട്ട് ഈ കണ്ണ് കാണാത്തവന് വിടുതൽ പ്രാപിക്കാൻ പറ്റുമോ? വെള്ളം കലങ്ങുമ്പോൾ കാണത്തില്ല. അപ്പൊ ഇവൻ ശബ്ദം കേട്ടിട്ട് പറയും, ഓ ദൈവദൂതൻ ഇറങ്ങി അല്ലേ, ജനങ്ങളെല്ലാം ഓടുന്നുണ്ട് അല്ലേ, വിടുതൽ നടക്കുന്നുണ്ട് അല്ലേ, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞ് അന്യനീരോട് ഈ കുരുടൻ അവിടെ കുത്തിയിരിക്കുന്ന സമയത്ത് അവന് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല. ആരോഗ്യമുള്ള, കണ്ണുള്ള, മുടന്നില്ലാത്ത, ക്ഷയരോഗമില്ലാത്ത, മറ്റു രോഗം പ്രാപിച്ചവർ എടുത്തു ചാടി അവിടെ വിടുതൽ പ്രാപിച്ചുകൊണ്ട് പോകും. അതാണ് അവിടുത്തെ വിശേഷത. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത്തേത് പറയുന്നത് മുടന്തർക്കും പറ്റത്തില്ല. ഇവൻ ചാടുന്നതിന് മുടന്നില്ലാത്തവൻ ചാടി വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ, അവനും അവിടെ വിടുതലില്ല. 3ാമത്തേന്ന് പറഞ്ഞാൽ ക്ഷയരോഗക്കാരാ. ഇവർക്ക് ഇവരെ ഒന്നും പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവർ ഒറ്റ കടപ്പാ. ഹല്ലേലൂയ, ഇവർ കാണും കേൾക്കും, പക്ഷെ വിടുതൽ പ്രാപിക്കില്ല. കരങ്ങൾ ശ്രദ്ധിക്കാം. പലപ്പോഴും എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പക്ഷെ വിടുതലില്ല. അല്ലെ, അനേകർ വിടുതൽ പ്രാപിച്ചു. ഇന്നലെ വന്നവർക്ക് വിടുതല്, ഇന്നലെ വന്നവരെ ദൈവം അനുഗ്രഹിച്ചു, ഇന്നലെ വന്നവർക്ക് ദൈവം അനുഗ്രഹം കൊടുത്ത് പറഞ്ഞു വിട്ടു. പക്ഷേ നീ എത്രയോ നാളായി കാത്തിരിക്കും, നിനക്ക് വിടുതലില്ല. എത്രയോ നാളായി നിനക്കൊരു അനുഗ്രഹമില്ല, നിനക്കൊരു വിടുതലില്ല. ദൈവത്തിനന്മേ, അല്ലെ, ഈ 3 ഗ്രൂപ്പുകാർ അവിടെ കൂടുതലും. അതുകൊണ്ട് ആ 3 പേരുടെ പേര് അവിടെ എടുത്തു പറഞ്ഞത്. ഇവർക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ വളരെ
വളരെ റെയറായിട്ട് കൂടെ ആരെങ്കിലും കൂടെ നിന്ന് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് തള്ളിയാലേ ഇവർക്ക് വിടുതലുണ്ട്. കരങ്ങൾ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെയാണ് യേശു വരുന്നത്. യേശു വരുമ്പോ ഉണ്ടല്ലോ, ഹല്ലേലൂയ സ്തോത്രം, ഇവരെല്ലാം കണ്ണും അല്ലെങ്കിൽ വെള്ളത്തിലാണ് നോക്കുന്നത്. ഇവർക്ക് ആര് വരുന്നു പോകുന്ന ഒരു വിഷയമല്ല. അവിടെ നോട്ടമെല്ലാം വെള്ളമാ. വെള്ളം കലങ്ങണം, ദൂതൻ ഇറങ്ങണം, വെള്ളം കലങ്ങണം, ദൂതൻ ഇറങ്ങണം, വെള്ളം കലങ്ങണം, അതുകൊണ്ട് എടുത്തു ചാടണം. ആദ്യം ചാടുന്നവന് സൗഖ്യം, അത് ഏത് രോഗമായാലും സൗഖ്യം. ഹല്ലേലൂയ. യേശു ഈ ഹല്ലേലൂയ സ്തോത്രം ആട്ടുവാതിൽ കൂടി അകത്ത് കയറി വന്നപ്പോ അതാണ്ടാ ഒരുത്തെ മാത്രം ഇവിടെ തനിയെ കിടക്കുക. ഹല്ലേലൂയ സ്തോത്രം. യേശു അവന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ മനസ്സില്ലേ? മറ്റുള്ളവരെല്ലാം കുളത്തിന്റെ വക്കത്ത് നിൽക്കുക, അവർക്കെല്ലാം മനസ്സുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ അവർക്ക് വിടുതലില്ല. ഇവന് ഹല്ലേലൂയ സ്തോത്രം, ഇവൻ ഇവിടെ കിടക്കുക, ഇവന് ഒന്നും വേണ്ട. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വിചാരിക്കും ഇവന്റെ യേശു എന്നാ ചോദ്യമാ ചോദിച്ചാലേ, ഹല്ലേലൂയ ആശുപത്രി കിടക്കുന്ന ഒരു മനുഷ്യനെടുത്ത് പോയിട്ട് നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ മനസ്സുണ്ടെന്ന് ചോദിക്കാൻ പറ്റുമോ? അവൻ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടിയല്ല അവിടെ വന്നിരിക്കുന്നത്. യേശുവിന്റെ ചോദ്യം വല്ലാത്ത ചോദ്യമായി പോയി. യേശു നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ? ഹല്ലേലൂയ സ്തോത്രം. അവനോട് ചോദിക്കും, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഡു യു വാണ്ട് ടു ബി ഹീൽഡ്? നിനക്ക് സൗഖ്യം വേണോ? ഹല്ലേലൂയ സ്തോത്രം. അതായിരുന്നു യേശുവിന്റെ ചോദ്യം. ഇന്ന് പകൽ സമയം ഓരോ വ്യക്തികളോടും ദൈവത്തിന് ഒരു ചോദ്യമുണ്ട് കേട്ടോ. ദൈവം ചോദിച്ചാൽ അതിന് ഉത്തരം കാണത്തില്ല കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും പലതും ചോദിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതിന് ഉത്തരം നമ്മൾ കൊടുക്കുന്നത് പോലെ ഇരിക്കും നിന്റെ വിടുതല്. കരങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ദൈവത്തിന്റെ നന്മ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത്, വേദ പണ്ഡിതന്മാർ ചരിത്രം പറയുന്നത്, ഒരു വർഷത്തിലെ ഏറ്റവും കുറഞ്ഞത് 4 പ്രാവശ്യം ദൂതന്മാർ ഇറങ്ങും. 4 പ്രാവശ്യം ദൂതന്മാർ ഇറങ്ങുമെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 38 വർഷത്തില് 138 years into multiply 4 എന്ന് പറയുമ്പോൾ 152 times 152 പ്രാവശ്യം ദൂതൻ ഇറങ്ങി കലക്കി. എന്നിട്ടും ഇവന് വിടുതലില്ല. ഹല്ലേലൂയ സ്തോത്രം. ഓരോരുത്തരും ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പറയും, ഇന്ന് എന്റെ ദിവസമാണ്, ഇന്ന് എനിക്ക് വിടുതൽ കിട്ടിയെങ്കിൽ എനിക്ക് വീട്ടിൽ പോകാമായിരുന്നു, ഇന്ന് എനിക്ക് വിടുതൽ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അവരുടെ മനസ്സ് പറയും, ഇന്ന് നിന്റെ ദിവസമാ, ഇന്ന് നിന്റെ ദിവസമാ. 152 ദിവസം ഹല്ലേലൂയ കാത്തിരുന്ന ഇവൻ പറയുന്നു, ഹല്ലേലൂയ എനിക്ക് കഴിവില്ല, ഹല്ലേലൂയ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല. ഇത് അവന്റെ ഉത്തരം. ദൈവത്തിന് നന്മ. 152 പ്രാവശ്യം അത്ഭുതം കണ്ട മനുഷ്യനോട് ഹല്ലേലൂയ 153ാമതായിട്ട് യേശു കടന്നു വരികയാ. ഒരു ബലവ ശന്തരി വന്യ വരി ബലവ. ഹല്ലേലൂയ സ്തോത്രം. ഈ 153 വായിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു, പത്രോസിനെ ഓർമ്മ വരും. കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. പത്രോസ് ഒരു വിരുദ്ധ മീൻ കൂട്ടം, അവൻ പിന്മാറിപ്പോയി വലയൊക്കെ കൊണ്ടുപോയി മീൻ പിടിച്ചു. യേശു വന്ന് അവരെ പിന്നെയും പിടിച്ചോണ്ട് വരിക. അപ്പോഴത്തേക്ക് യേശു വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ പിടിച്ച ചില മീനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ പത്രോസ് ഓടിപ്പോയി ഇപ്പൊ പിടിച്ച മീനെ പിടിച്ച് കൊണ്ടുവരണം. യേശു പറഞ്ഞല്ലേ, അവിടുന്ന് പറക്കി എടുക്കാൻ നോക്കിയപ്പോ ഇവൻ അറിയത്തില്ല എങ്ങനെയാ ഇപ്പൊ പിടിച്ച മീനും മുമ്പേ പിടിച്ച മീനും തമ്മിൽ എന്നാ വ്യത്യാസമാ, എല്ലാം ഒരുപോലെ കിടക്കുക. പക്ഷെ അപ്പോഴവന്റെ മനസ്സിലായി, ഇപ്പൊ പിടിച്ച മീന് തുള്ളിക്കൊണ്ടിരിക്കും, ഇപ്പൊ പിടിച്ച മീൻ തുള്ളിക്കൊണ്ടിരിക്കും, നേരത്തെ പിടിച്ച മീനാണ് ചത്തുപോയിരിക്കും. അവൻ നോക്കിയപ്പോ തുള്ളുന്ന മീനെ പിടിച്ചു. തുള്ളുന്ന മീനെ പൊക്കി പറക്കി എടുത്തു. അവൻ ഒരു പാത്രത്തിലിട്ടു. 153 മുഴുത്ത മീനുകൾ ഉണ്ടായിരുന്നു. ഇത് പറക്കുമ്പോഴേ മീന് പത്രോസിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, പത്രോസേ, യേശു എന്നെ പിടിക്കാനല്ല പറഞ്ഞത്, നിന്റെ മനസ്സിനെ ദൈവം തൊട്ടതാ. കാര്യം എന്നറിയാമോ? ഈ പിടിച്ച മീനുകൾ ഉണ്ടല്ലോ, അതൊന്നും വിഷയമല്ല. ഇപ്പൊ പിടിച്ച മീൻ ആരാ? ഞാനല്ല, നീയാ ഇപ്പൊ പിടിച്ച മീൻ. കരക്കിട്ട് പിടിച്ച മീൻ നീയാ പത്രോസ്. പത്രോസ് ഇത് എടുത്തുകൊണ്ട് കുറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണുനീരോട് ദൈവത്തിന്റെ മുമ്പിൽ വരികയാ. 153 മുഴുത്ത മീൻ കൂട്ടം. കരങ്ങൾ കാണത്തില്ല. 153 വാക്കിന് ഒരു വലിയ പൊരുളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ബൈബിൾ മുഴുവനും 4 ഗോസ്പൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ പത്രോസ് എന്ന വാക്ക് 153 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. പത്രോസിന്റെ രക്കമാ 153. ഇവൻ എഴുതിയപ്പോഴേ ഹല്ലേലൂയ സ്തോത്രം, ഇവന്റെ മനസ്സിൽ ഇവൻ പറയുക, ഞാൻ 3 പ്രാവശ്യം ദൈവത്തെ മറന്നിരിച്ചല്ലേ. ഇല്ല പത്രോസ്, നിന്നെ 4 സുവിശേഷങ്ങൾ കൂടി 153 പ്രാവശ്യം നിന്റെ പേര് ഞാൻ വിളിച്ചിരിക്കുക. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല. നീ യേശുവിനെ വിട്ട് പോകുമ്പോഴല്ല ദൈവം നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ പറയുന്നു ഞാൻ 1 പ്രാവശ്യം മറന്നിരിച്ചു, ഇല്ല 2 പ്രാവശ്യം മറന്നിരിച്ചു, 3 പ്രാവശ്യം മറന്നിരിച്ചു. ഇല്ല, ദൈവം പറയുന്നു 153 നിന്റെ
അല്ല ബൈബിൾ മുഴുവനും പഠിച്ചു നോക്കുമ്പോൾ ഗോസ്പലിൽ പത്രോസിന്റെ പേര് 153 പ്രാവശ്യം എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ സഹോദര, 153ാമത്തെ പ്രാവശ്യമായിട്ട് യേശു ബെഥസ്ദാ കുളത്തിലേക്ക് ഇറങ്ങി വരിക. ോടുകൂടി എനിക്ക് പറയാനുണ്ട്, നിന്റെ 152 ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ നിന്റെ 152 സന്ദർഭങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇതാ 53ാമതായിട്ട് 153ാമതായിട്ട് ഒരുവൻ കടന്നു വരുന്നുണ്ട്. അവനാണ് യേശു. ഹല്ലേലൂയ. കരങ്ങൾ സ്തുതിക്കാം ദൈവത്തിനുമേ. ഹല്ലേലൂയ സഹോദരൻ, ഇവിടെ വിടുതൽ പ്രാപിച്ച് ഇവൻ അറിയത്തില്ല ഇവൻ ആരാന്ന് കേട്ടോ. യേശുവിനെ ഇവൻ അറിയത്തില്ല, വിശ്വാസമില്ല, ഒന്നുമില്ല. അത്ഭുതം നടന്നു. ഹല്ലേലൂയ സഹോദരൻ. അവരോട് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് എനിക്കറിയത്തില്ല, സമ്മോൺ. ഹല്ലേലൂയ, ആരോ ഒരുത്തൻ എനിക്ക് സൗഖ്യം തന്നു. യേശു ആണെന്ന് അവർ അറിയത്തില്ലായിരുന്നു. കരങ്ങൾ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയാ. നീ യേശുവിനെ അറിഞ്ഞില്ലെങ്കിൽ, അറിയേണ്ട രീതിയിൽ അറിഞ്ഞില്ലെങ്കിലും ഇറങ്ങി വന്ന് നിന്നെ പിടിക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ സഹോദരൻ. ദൈവത്തിനന്മേ, ഇവൻ 38 വർഷം അവിടെ കിടക്കുക. ഇവൻ 33.5 വയസ്സേ ഉള്ളൂ യേശുവിന് കേട്ടോ. അല്ലെങ്കിൽ ഇവൻ വന്ന് 5 വർഷം കഴിഞ്ഞപ്പോ സ്വർഗാദി സ്വർഗങ്ങളിലിരിക്കുന്ന സർവശക്തനായ ദൈവം മനുഷ്യ രൂപമെടുത്ത് ഇവന് സൗഖ്യം കൊടുക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇവൻ അറിഞ്ഞോ ഇതൊക്കെ? ഇവൻ അറിയത്തില്ല. യേശുവിന്റെ പേര് പോലും അറിയത്തില്ല. നിന്റെ പലതും സംഭവിക്കുന്ന നിനക്ക് പോലും അറിയത്തില്ലെന്ന്. ദൈവത്തിന്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് നീ പോലും അറിയത്തില്ലെന്ന്. നീ വിചാരിക്കും ഇത് നിന്റെ കഴിവാന്ന്, നീ വിചാരിക്കും നിന്റെ ശക്തിയാന്ന്, നീ വിചാരിക്കും നിന്റെ തറമയാന്ന്. അല്ല, ദൈവത്തിന്റെ കൃപയാ. 153 വർഷം പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ദൈവം കേട്ടോ. എന്നെ നിങ്ങളെ കണക്ക് കൂട്ടിയ 153 അല്ല, അത് 1000കണക്കിന് പ്രാവശ്യം വിളിച്ചു കാണും അല്ലെ. എന്നാലും നമ്മൾ പോകത്തില്ല, എന്നാലും വഴിവിട്ടു പോകും, എന്നാലും വഴിമാറിപ്പോകും. പക്ഷെ യേശു പിറകെ വന്ന് നിന്നെ വിളിക്കുന്ന ദൈവമാ. 153ാമത്തെ ചാൻസ്. ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് ചാൻസ്. ഹല്ലേലൂയ. ഇത് അവസാനത്തെ സന്ദർഭമാ. ഇനി ഒരിക്കലും യേശു ഈ ദേവാലയത്തിൽ കടന്നു വരികയില്ല. ഇനി ഒരിക്കലും യേശു ഈ വാതിൽ കൂടി കടന്നു വരികയില്ല. ഇനി ഒരിക്കലും യേശു ബെഥസ്ദാ കുളത്തിലേക്ക് കടന്നു വരികയില്ല. അവൻ യാഗമാകുവാൻ കാൽവരി ക്രൂശിലേക്ക് പോകുന്നു. അവസാനത്തെ ചാൻസാ. സഹായിവേ, ഇനി ഒരിക്കലും യേശു ഇതുവഴി വരത്തില്ല. എന്ന് നീ ചാൻസ് വിട്ടാൽ നിനക്ക് നാളെ ഒരു സന്ദർഭം கிடைக்காது. ஒரு பலவ சந்தரவா இன்று வந்து மரமுண்டு இருந்தாலும் யாரும் அதில் கயறுவதில்லை. ஏன் தெரியுமா? இயேசு அதுவழியா வருவதில்லை. அதிலே உனக்கு கொடுக்கப்பட்ட இந்த கடைசி தருணத்தில் இயேசுவின் நாமத்தில் நீ இயேசுவை பற்றிக்கொள். സകേന് മനസ്സിലായി ഈ ചാൻസ് വിട്ടാ എനിക്കൊരു ചാൻസ് ഇല്ല. നമ്മൾ വിചാരിക്കും ഇനി ഒരു ചാൻസ് കൂടെ ഉണ്ടത് അല്ലെ. നമ്മൾ വിചാരിക്കും എത്രയോ ചാൻസുകൾ ഇനിയുണ്ട്. ഇല്ല, നിനക്ക് വേണ്ടി ദൈവം ഒരിക്കൽ അവസാനത്തെ ചാൻസ്. സഹോദര, നീ യേശുവിനെ കയറി പിടിച്ചോ. യേശുവിനെ പിറകെ പൊയ്ക്കോ. യേശുവിനെ മേൽ നിന്റെ കരം പിടി. ദൈവം പറയുന്നു ഇത് നിനക്ക് അവസാനത്തെ തരുണമാ. ഹല്ലേലൂയ സഹോദരം. ഹല്ലേലൂയ. ദൈവത്തിന് നന്മ. ഹല്ലേലൂയ സഹോദരം. ഹല്ലേലൂയ സഹോദരൻ. ഇന്ന് പകൽ സമയം ഈ മനുഷ്യൻ യേശു അവന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച ചോദ്യം, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ മനുഷ്യന്റെ അടുത്തല്ലേ ദൈവം ചോദിച്ചത്, എന്റെ അടുത്ത് ചോദിച്ചില്ല അല്ലെ. ഇന്ന് പകൽ സമയം എന്നോട് നിങ്ങളോട് ചോദിക്കാൻ ദൈവത്തിന് ചോദ്യമുണ്ട്. മനസ്സുണ്ടോ? ഹല്ലേലൂയ സഹോദരൻ. പലപ്പോഴും യേശു ചോദിക്കാൻ കാര്യം എന്നറിയാമോ? ഈ മനുഷ്യൻ ആ സാഹചര്യവുമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞു. ഇവന് ഇനിയിപ്പോ വീട്ടിൽ പോകേണ്ട കാര്യമില്ല. വീട്ടിലോട്ട് പോകേണ്ട, വിടുതൽ വേണ്ട. ഇവൻ അവിടെ തന്നെ കിടന്നാൽ മതി. വല്ലതും ഒക്കെ കിട്ടും. വിടുതൽ പ്രാപിക്കുന്നവര് വല്ലതും കൊടുത്തിട്ട് പോകും. ഇങ്ങനെ ഇരിക്കുമ്പോഴേ അവൻ അതുമായിട്ട് അങ്ങ് ഇണങ്ങിക്കഴിഞ്ഞു. ഹല്ലേലൂയ സഹോദരൻ. യേശു അത് അറിഞ്ഞിട്ടാ ചോദിച്ചു. യേശുവിന്റെ വിടുതൽ എന്ന് പറയുന്നത് നിന്റെ ശരീരത്തിലുള്ള വിടുതലല്ല, ഹൃദയത്തിന്റെ മേലുള്ള സ്പർശനമാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ കൂടിയാണ് ദൈവം ഇടപെടുന്നത്. അവന്റെ മനസ്സ് അറിഞ്ഞിട്ടാണ് ദൈവം ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ സഹോദരൻ. അവന് മനസ്സില്ലെന്ന്. അവൻ അങ്ങനെ കിടന്നാൽ മതി. ഇനി ഉള്ള കാലം 38 വർഷം പോയി, ഏതാണ്ട് ഒരു 50-60 വയസ്സ് അവനെ ആയിക്കാണ്. ഇനി എന്നെ പ്രാപിക്കാനാ, ഞാൻ സൗഖ്യം പ്രാപിച്ചിട്ട് ഇനി എന്നാ നേടാനാ, ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവിടെ മരിക്കുന്ന ഹല്ലേലൂയ സഹോദര വ്യക്തി. ഇന്ന് പകൽ സമയം ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ നിന്റെ അവസാനത്തെ ചാൻസാ. 153ാമത്തെ ചാൻസാണ്. ഹല്ലേലൂയ സഹോദരം. യേശുവിന്റെ അടുത്ത് യേശു വന്നിട്ട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? അവൻ പറഞ്ഞ ഉത്തരം എന്തെന്നറിയാമോ?
എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. പലപ്പോഴും നമ്മൾ പറയുന്നത് എനിക്ക് ആരുമില്ല കർത്താവെ, ഞാൻ ഒറ്റയ്ക്കാ, എനിക്ക് ആരുമില്ല ദൈവമേ. എല്ലാവരും പറയുന്ന ഒരു ചോദ്യമാ. യേശുവിന്റെ അടുത്ത് അവൻ പറഞ്ഞു എനിക്ക് ആരുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ സമയം ദൈവം നിന്നോട് ചോദിക്കും, നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. പലതിനും നിനക്ക് മനസ്സില്ല അല്ലെ? ഹല്ലേലൂയ. പലതും വിട്ടു ഹല്ലേലൂയ വരുവാൻ നിനക്ക് മനസ്സില്ല. മൂലബല പരിപക്ഷന്തരബല പരിപണ്യ പരിപക്ഷിതാലവ. പലതിനും മനസ്സില്ല, പലതിനും മനസ്സില്ല. ഹല്ലേലൂയ. ചില വിഷയങ്ങള് എത്ര പറഞ്ഞാലും വിട്ടുവരാൻ നിനക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിന്നോടാണ് സംസാരിക്കുന്നത്. ഏത് വിഷയത്തിനാണ് നിനക്ക് മനസ്സില്ലാത്തത്? ഹല്ലേലൂയ. മറ്റുള്ളവരെ കുറിച്ച് ഹല്ലേലൂയ ദൂഷ്യം പറയുവാൻ, ഹല്ലേലൂയ അത് വിട്ടുവരാൻ ദൈവം പലപ്പോഴും നിന്നോട് പറഞ്ഞു, പക്ഷെ നിനക്ക് മനസ്സില്ല. മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞു, പക്ഷെ അത് വിട്ടുവരുവാൻ നിനക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ഇന്ന ഇടത്ത് പോകരുതെന്ന് പലപ്പോഴും നിന്നെ വാൺ ചെയ്തു, പക്ഷെ അത് വിട്ടുവരുവാൻ നിനക്ക് മനസ്സില്ല. പലപ്പോഴും നിനക്ക് അത് മെസ്സേജ് അയക്കുവാൻ ഹല്ലേലൂയ ദൈവം നിന്നോട് വാൺ ചെയ്തിട്ട് അത് കട്ട് ചെയ്യുവാൻ നിനക്ക് മനസ്സില്ല. ദൈവം നിന്നെ വാൺ ചെയ്തു, അത് വിട്ടുവരുവാൻ നിനക്ക് മനസ്സില്ല. ചില ബന്ധനങ്ങൾ വിട്ടുവരുവാൻ നിനക്ക് പറ്റുന്നില്ല, ചില കെട്ടുകൾ വിട്ടുവരുവാൻ നിനക്ക് പറ്റുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിനക്കിന്ന് മനസ്സുണ്ടോ? ഇന്ന് മനസ്സുണ്ടെങ്കിൽ വിടുതലുണ്ട് കേട്ടോ. ചില വിഷയങ്ങള് ഇന്ന് മനസ്സ് വെക്കണം, ചില വിഷയങ്ങൾ ഇന്ന് മനസ്സ് വെക്കണം, എന്നാലേ വിടുതൽ കിട്ടത്തുള്ളൂ കേട്ടോ. ഇവൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിനേ ഇന്ന് പകൽ സമയം ആ മനുഷ്യനോട് യേശു പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. ഹൃദയമാ ദൈവം നോക്കുന്നത്, നമ്മുടെ ഹൃദയമാ ദൈവം ടച്ച് ചെയ്യുന്നത്. വിടുതൽ, ശാരീരിക വിടുതൽ രണ്ടാമതാ. ദാറ്റ് ഈസ് എ സെക്കൻഡറി മാറ്റർ. ഹല്ലേലൂയ. ഫസ്റ്റ് പ്രൈമറി തിങ് ഈസ് ഹല്ലേലൂയ നമ്മുടെ ഹൃദയമാ. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകള് ഇതിലാ ദൈവം കയറി പിടിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. ദൈവം അവന്റെ ഹൃദയം കണ്ടിട്ട് പറഞ്ഞു, നിനക്ക് വിടുതൽ പ്രാപിപ്പാൻ, സുഖം പ്രാപിപ്പാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. മനസ്സില്ലാത്ത ഒരുതിന് സൗഖ്യം കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. മനസ്സില്ലാത്ത ഒരുതിന് വിടുതൽ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാത്ത ഒരുതിന് ദൈവം സൗഖ്യപ്പെടുത്തിട്ട് എന്താ ഉപയോഗം? ഹല്ലേലൂയ സ്തോത്രം. നിനക്കിന്ന് വിടുതൽ വേണമോ? ദൈവം ചോദിക്കുന്ന നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. മനസ്സുണ്ടെങ്കിൽ വിടുതലുണ്ട്, മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്, മനസ്സുണ്ടെങ്കിൽ ദൈവമുണ്ട്, മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെ വിടുവെക്കും. ഹല്ലേലൂയ സ്തോത്രം. ഈ മനുഷ്യന്റെ അടുത്ത് യേശു നിന്നുകൊണ്ട് ചോദിച്ചപ്പോഴേ അവൻ പറഞ്ഞത്, ഹല്ലേലൂയ സ്തോത്രം, അവന്റെ മനസ്സല്ല എവിടെയാണെന്നറിയാമോ? മറ്റുള്ളവരുടെ മേലില്ല. ഹല്ലേലൂയ. സമുനേൽ ഹല്ലേലൂയ. എന്നെ സഹായിപ്പാൻ ആരുമില്ല. ആരെങ്കിലും വന്ന് എന്നെ സഹായിച്ചെങ്കിൽ ഞാൻ വിടുതൽ പ്രാപിച്ചന്. ആ കുളത്തിന്റെ കരയിലിരിക്കുന്ന ജനങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ആ വെള്ളത്തിലാ. ദൂതൻ ഇറങ്ങി കലക്കിയാൽ ആദ്യം ചാടിയാ വിടുതൽ. അതാണ് അവരുടെ മനസ്സ്. ഇവന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചാൽ ഞാൻ അവിടെ പോയി ചാടിയാൽ വിടുതലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇതാണ് ഇവന്റെ മനസ്സ്. ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഹല്ലേലൂയ. ഈ കുളത്തിന്റെ കരയില് ഒരു മനുഷ്യന് മാത്രമേ വിടുതലുള്ളൂ. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മൾട്ടിറ്റ്യൂഡ് എന്നാ. മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് 5 അപ്പോൾ 2 മീനും ആളുകൾ പോഷിപ്പിച്ചപ്പോൾ ദൈവം അവിടെ ഉപയോഗിച്ച വാക്കാണ് there was a great multitude എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ കുളത്തിൽ തിങ്ങി നിൽക്കുകയാ. അവിടെയാണ് ഹല്ലേലൂയ യേശു വന്നിരിക്കുന്നത്. എല്ലാവരും കുളത്തിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ പറയുന്നു, ഹല്ലേലൂയ ആരെങ്കിലും എന്നെ സഹായിക്കണം, ആരെങ്കിലും എനിക്കൊരു സഹായം ചെയ്യണം, ആരെങ്കിലും എന്നെ ഒരു സഹായിക്കണം. അതാണ് അവന്റെ ഉദ്ദേശം. ഇവൻ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഹല്ലേലൂയ ചോദ്യം ഉത്തരം നല്ലതാണ്. അവന്റെ ചോദ്യത്തിന് 2 ആൻസറാണ്, യെസ് ആർ നോ. ഹല്ലേലൂയ. നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ അവന് പറയാമായിരുന്നു, ഹല്ലേലൂയ യെസ് ആർ നോ, എനിക്ക് വേണം ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ ഇവൻ പറഞ്ഞത് മറ്റൊരുത്തൻ, ഹല്ലേലൂയ സ്തോത്രം, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഇവന്റെ റിസോഴ്സ് എന്ന് പറയുന്നത് ഹല്ലേലൂയ ഹ്യൂമൻ എൻകൗണ്ടർ ആണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹ്യൂമൻ എൻകൗണ്ടർ ആണ് ഇവന്റെ റിസോഴ്സ്. അവൻ വിചാരിക്കുന്നത് ഏതെങ്കിലും മനുഷ്യൻ തന്നെ മുഖാമുഖം സന്ധിച്ച് അല്ലെങ്കിൽ തന്നെ സഹായിച്ചാൽ എനിക്ക് വിടുതലുണ്ട്. അതായിരുന്നു അവന്റെ ഉദ്ദേശം. പക്ഷേ അവിടേക്ക് ജനങ്ങളുടെ ഇതെന്ന് പറയുന്നത് ദൈവദൂതന്റെ എൻകൗണ്ടർ ആണ്. അതിന് കരങ്ങൾ സ്തുതിക്കാം. ദൈവദൂതൻ ഇറങ്ങിയാൽ വിടുതലുണ്ട്. കരങ്ങൾ സ്തുതിക്കാം. ദൈവത്തിനമേ ഒരു വ്യക്തിക്ക് മാത്രമേ സൗഖ്യമുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും വേദനയാ. ഒരു ആ വിടുതൽ നടക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം സന്തോഷിക്കും. ബാക്കി അവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ കണ്ണുനീരൊഴുക്കും. എനിക്ക് ചാൻസ് കിട്ടിയില്ലല്ലോ, എനിക്ക് രോഗം മാറിയില്ലല്ലോ, അവന് മാത്രം കിട്ടിയെന്ന് പറഞ്ഞ് അവര് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു വ്യക്തി മാത്രം സന്തോഷിച്ച് കടന്നു പോകും. അതായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ. ദൈവത്തിന് ഇത് കാണിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ലോകത്തിന്റെ 2 ഹല്ലേലൂയ സ്തോത്രം നിയമങ്ങളെയാണ്. ഹല്ലേലൂയ സ്തോത്രം.
സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്മേ. ഹല്ലേലൂയ. ഈ ചാടുന്ന വ്യക്തി ഉണ്ടല്ലോ, ഇവനറിയാം ഞാൻ ആദ്യം ചാടിയെന്ന്. ചാടിയെന്ന് ഇവന് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. ഞാൻ ആദ്യം ചാടിയ എനിക്ക് വിടുതലുണ്ടെന്ന്. ഹല്ലേലൂയ. ആദ്യം ചാടുന്ന വ്യക്തി ആരായാലും അവനൊരു വല്ലാത്ത വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് ഇവൻ സൗഖ്യം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഈ സൗഖ്യം പ്രാപിക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പ്രമാണമാണ്. ആ വിശ്വാസ പ്രമാണമുള്ളവർക്ക് സൗഖ്യമുണ്ട്. ആ വിശ്വാസമുള്ളവർക്ക് വിടുതലുണ്ട്. മറ്റൊരു വലിയ ഗ്രൂപ്പ് ഇരിക്കുന്നില്ലേ, ഇവരെല്ലാം മോശയുടെ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. അതിൽ മോശന്റെ ന്യായപ്രമാണം പൂർണ്ണതയില്ലാതാണ്, അത് വിടുതലില്ലാതാണ്. എന്തൊക്കെ ചെയ്താലും ഏതെങ്കിലും ഒന്നിന് തെറ്റും. എങ്ങനെ ചാടിയാലും ആദ്യം ചാടാൻ പറ്റുകയില്ല. അതാണ് മോശയുടെ ന്യായപ്രമാണം. ഇവരെല്ലാം ആ കാറ്റഗറി കിടക്കുന്നവരാ. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ ഒരുത്തൻ ചാടി വിജയം പ്രാപിക്കുന്നവൻ വിശ്വാസ പ്രമാണത്തിലുള്ളവനാ. ഹല്ലേലൂയ. ദൈവം അവിടെ കാണിക്കുക. ദൈവത്തിന് യേശു അവിടെ വന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. വലിയ ജനക്കൂട്ടമല്ലേ, ഇവന് സൗഖ്യം കൊടുത്തിട്ട് ഇവനടുത്ത് പറഞ്ഞു ഹല്ലേലൂയ പടുക്ക എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് യേശു കൂട്ടത്തിന്റെ ഇടയ്ക്ക് അങ്ങ് മറന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്ന് വെച്ചാൽ യേശു വരുന്നത് ഇവരാരും കണ്ടില്ല. യേശു അവന്റെ അവസാനത്തെ വരെ യേശുവിനെ എല്ലാവർക്കും അറിയാം, രോഗസൗഖ്യം കൊടുക്കുന്നവനാണെന്ന് അറിയാം. യേശു വരുന്നത് കണ്ടെങ്കിൽ ജനങ്ങൾ അവന്റെ പുറകെ ഓടിക്കൊടുമായിരുന്നു. ഇവരെല്ലാം വെള്ളത്തിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ യേശു തനിയെ വരികയാ. ഹല്ലേലൂയ സ്തോത്രം. യേശു തനിയെ വന്നു. ഈ മനുഷ്യന് മാത്രം വിടുതൽ കൊടുത്തിട്ട് ആ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് യേശു അങ്ങ് മറന്നു. ആരാ വിടുതൽ കൊടുത്തെന്ന് ആർക്കും ഒരു പിടിയുമില്ല. വിടുതൽ പ്രാപിച്ചവനും പിടിയില്ല, ആരവിടെ ഇരിക്കുന്നവർക്കും പിടിയില്ല. അവരിങ്ങനെ തപ്പി നടക്കുമ്പോൾ ഒരു വലിയ കെട്ടുമായി ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ ഓടി നടക്കുകയാ. അവൻ ഓടുന്നു. ആ ജനങ്ങളെല്ലാം ഇങ്ങോട്ട് നോക്കിയപ്പോ ഇവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കാം. അവരെല്ലാം വിചാരിച്ചു, അയ്യോ നമ്മള് വെള്ളത്തിൽ നോക്കിയിരുന്നിട്ട് നമുക്ക് സൗഖ്യം കിട്ടിയില്ല, ഇവൻ എങ്ങനെയായി സൗഖ്യം പ്രാപിച്ചത്? നമ്മൾ അറിയാതെ ഇവൻ എങ്ങനെയെങ്കിലും വെള്ളത്തിൽ ചാടിയോ? ഇവൻ എങ്ങനെയാ സൗഖ്യം പ്രാപിച്ചത്? മറ്റുള്ളവരെല്ലാം അത്ഭുതപ്പെട്ട് ഇവന്റെ പുറകെ ഓടുകയാ. എടാ നിക്കടാ, ആരാ നിനക്ക് സൗഖ്യം തന്നത്? അവന് പറയാൻ ഉത്തരമില്ല. അവൻ പറഞ്ഞു സോമോൻ ആരോ ഒരുത്തൻ എനിക്ക് സൗഖ്യം തന്നു. എന്നാൽ അവരുടെ വിഷയം അതല്ല, സൗഖ്യമല്ല, ഇവൻ കെട്ടുമെടുത്ത് നടക്കുന്നതാ. ഹല്ലേലൂയ സ്തോത്രം. അവര് ചോദിച്ചു, ഇന്ന് കെട്ടെടുക്കാൻ പാടില്ല, നീ എന്തിനാ കെട്ടുമെടുത്തോണ്ട് നടക്കുന്നത്? അവൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാണ് കേട്ടോ. ഹല്ലേലൂയ. എന്താ പാടില്ലാത്ത? ഇത് സബ്ബത്ത് ദിവസം ചുമടെടുക്കാൻ പാടില്ല. ഹല്ലേലൂയ സ്തോത്രം. അവൻ പറഞ്ഞു, അത് ശരി, നീ എത്ര ദിവസം ചുമടെടുക്കും? ഞാൻ 6 ദിവസം ചുമടെടുക്കും, 7ാമത്തെ ദിവസം സബ്ബത്താണ്, അന്ന് ഞാൻ വിശ്രമിക്കും. ഹല്ലേലൂയ. ഇവൻ ആ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, ചുമടുമെടുത്ത് നിൽക്കുന്നവൻ പറഞ്ഞു, നീ ആഴ്ചയിൽ 1 ദിവസമല്ലേ വിശ്രമിക്കൂ? ഞാനുണ്ടല്ലോ 38 വർഷമായിട്ട് ഈ എന്റെ തലയിലിരിക്കുന്ന ഈ കെട്ടിന്റെ മേൽ വിശ്രമിച്ച വ്യക്തിയാ. ഇന്നാ ഞാനൊന്ന് നടക്കുന്നത്, നീ പോയി നിന്റെ പണി നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ ആ പടിക്കൈ എടുത്തുകൊണ്ട് ഓടി. ആര് എന്നൊക്കെ പറഞ്ഞാല് അവനൊരു വിഷയമല്ല. നിന്റെ വിഷയം നിന്റെ വിടുതല, നിന്റെ വിഷയം നിന്റെ വിടുതല. നീ വിടുതല പ്രാപിക്ക, നീ വിടുതല പ്രാപിക്ക. ഇന്ന് നിനക്ക് വേണ്ടി ദൈവദൂതനല്ല വന്നിരിക്കുന്നത്, ദൈവദൂതനെ അയക്കുന്നവനാ വന്നിരിക്കുന്നത് കേട്ടോ. ദൈവദൂതനെ അയക്കുന്നവനാ നിന്റെ കാര്യത്തിന് ഇടപെട്ടിരിക്കുന്നത്. ദൈവദൂതൻ ഇടപെട്ടാൽ കലക്കിയിട്ടങ്ങ് പോകും. പക്ഷേ നിന്നോടത്ത് വന്നിരിക്കുന്നത് ദൈവദൂതനെ ഇറക്കുന്ന സർവശക്തനായ ദൈവമാ. എന്ന് പകൽ സമയം ആ ദൈവം നമ്മുടെ മധ്യയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ പറയേണ്ടത് എന്തെന്നറിയാമോ? അവന്റെ ഉത്തരത്തിൽ ഒരു മറഞ്ഞു കിടക്കുന്ന ഒരു മർമ്മമുണ്ടായിരുന്നു. ദൈവമേ, എന്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്കൊന്നും കഴിയത്തില്ല പറ്റാ, എന്റെ സ്വന്തം ബലം കൊണ്ട് ഈ കുളത്തിൽ ചാടി എനിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല കർത്താവേ. ആരെങ്കിലും വന്ന് തള്ളി ഉന്തി കൊണ്ടുപോയാൽ ചിലപ്പോൾ എനിക്ക് വിടുതൽ പ്രാപിച്ചിരിക്കാൻ ദൈവമേ. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ് ഈ മനുഷ്യനോട് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇവൻ അറിയത്തില്ല നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവപുത്രനാന്ന്. നീ 5 വർഷം കഴിഞ്ഞപ്പോഴേ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാ. ഹല്ലേലൂയ സ്തോത്രം. അവനാ നിന്റെ മുൻപിൽ നിൽക്കുന്നത്. ദാനിയേലേ, നീ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നു. പർഷ്യ ദേശത്തിന്റെ അധിപതി ഈ പ്രാർത്ഥനയെ തടഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ വിടുതനെ ശത്രു തടഞ്ഞു വെച്ചിരിക്കുക. നിന്റെ അനുഗ്രഹത്തെ ശത്രു പിടിച്ചു വെച്ചിരിക്കുക. നീ ഓർക്കുക, നീ മുട്ടുകുത്തിയപ്പോൾ തന്നെ സ്വർഗം ഭരിക്കാൻ തുടങ്ങി. ഇവനടുത്ത് വന്നു, യേശു അടുത്ത് വന്നു. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു.
യേശു ചോദിച്ചു, ആരും നിന്റെ സ്വന്തം ബലം കൊണ്ട് നിനക്ക് നിൽക്കാൻ കഴിയുന്നില്ല അല്ലെ? അല്ലെ, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ സ്വന്തം ബലത്തിൽ നീ എഴുന്നേറ്റ് നിൽക്കാം. നീ നിൽക്കുന്നത് മാത്രമല്ല, ഈ കട്ടിലും കൂടെ പോക്കി ചുമന്ന് നിൽക്കണം. എന്ന് വെച്ചാൽ നീ അറിയണം നിനക്ക് സ്വന്തം ബലമുണ്ടെന്ന്. നീ മറഞ്ഞു കിടക്കുന്ന നിന്റെ ശക്തി നീ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ശത്രു നിന്നെ ബന്ധിച്ചിട്ടിരിക്കുക. അവൻ പറയും, നീ എഴുന്നേക്കല് കേട്ടോ, നീ പോകല് കേട്ടോ, നീ പ്രാർത്ഥനയ്ക്ക് പോയാൽ അത് അതിന്റെ പ്രശ്നമാ കേട്ടോ, നീ പോകരുത്, നിന്നെ പിന്നോട്ട് വലിക്കും. പലരും അങ്ങനെ ആരാധനയ്ക്ക് വരത്തില്ല. ഒരു ബലവ ശന്തരബല പരിബലവ പിശാസ് അവരുടെ കാതിൽ ഓതിക്കൊടു, അവിടെ പോയാ പ്രശ്നമാ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഇവന്റെ അടുത്ത് എല്ലാരും അതാ പറഞ്ഞു, നിനക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, നീ ഒരു തളർവാദ രോഗിയാണ്, നിനക്ക് ഒരിക്കലും എഴുന്നേക്കാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നീ എഴുന്നേറ്റ് എന്റെ പടുക്ക എടുത്തുകൊണ്ട് പോ. ഹല്ലേലൂയ സ്തോത്രം. എഴുന്നേറ്റത് മാത്രമല്ല, അവന് പടുക്ക എടുത്തുകൊണ്ട് നടക്കാൻ ആരംഭിച്ചു, ഓടാൻ ആരംഭിച്ചു, വീട്ടിലേക്ക് പോകാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് ഇന്ന് പകൽ സമയം ദൈവം പറയുന്നത്, നിന്റെ മുൻപിൽ നിൽക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് മുമ്പിൽ നിന്നെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വിടുതലിന്റെ മുമ്പിൽ നിന്നെ പിടിച്ചു കെട്ടുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇന്ന് പകൽ സമയം നീ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, സമർപ്പിക്കുകയാണെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് എല്ലാവർക്കും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. അല്ലെങ്കിൽ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ബെഥസ്ദാവിന്റെ കുളക്കരയിൽ യേശു ഒരു പ്രാവശ്യമേ വന്നുള്ളൂ. ഹല്ലേലൂയ. അതിനുശേഷം യേശു ക്രൂസിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ഇത് നിന്റെ അവസാനത്തെ ചാൻസ് ആയിരിക്കാം. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, നീ എഴുന്നേൽക്ക. ഹല്ലേലൂയ. നീ പടുക്ക എടുത്തുകൊണ്ട് നാട്ടാ. കിടന്നത് മതി കേട്ടോ. 38 വർഷം കിടന്നത് പോരെ. നിന്റെ മനസ്സ് മടിക്കുന്നത് എന്താ? മകളെ, നിനക്ക് ഒരു വിടുതൽ വേണ്ടേ? എന്തിനാ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? എന്തിനാ വീണ്ടും ശത്രു നിന്നെ കെട്ടുവാൻ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഒരു പ്രാവശ്യം വിടുവിച്ചിട്ട് പിന്നെ നീ ആയിട്ട് പോയി ബന്ധിക്കപ്പെടുകയല്ലയോ? ഒരു ബലവ ശന്തരവ. ദൈവം പറയുന്നു, നീ വിടുതൽ പ്രാപിക്കുക. അവൻ പറഞ്ഞപ്പോ അനുസരണമുള്ളവനായിരുന്നു കേട്ടോ. വേറെ വല്ലവരുമാണ് ചെയ്യത്തില്ലായിരുന്നു. ഈ മനുഷ്യൻ ആര് പറഞ്ഞിട്ടാ ഞാൻ ഇതെടുക്കാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞ് അവിടെ കിടന്നനാ. പക്ഷേ അവൻ ഹിസ് ഒബീഡിയൻസ്. അവനൊരു അനുസരണമുള്ള വ്യക്തിയായിരുന്നു. ഈ മനുഷ്യൻ ആരാ പറഞ്ഞ അവനൊരു വിഷയമല്ല. അവൻ എണീറ്റു. തന്റെ മെത്ത ചുരുട്ടി എടുത്ത് പോക്കി തലയിൽ വെച്ചു. ആരെന്നറിയത്തില്ല, യേശു എന്നറിയത്തില്ല. പക്ഷേ അവൻ ആ മനുഷ്യൻ പറയുന്നത് കേട്ടു. അവന് ഒരു ഹ്യൂമൻ എൻകൗണ്ടർ ആയിരുന്നു ആവശ്യം. ദൈവം ഒരു ഹ്യൂമൻ എൻകൗണ്ടർ ആയിട്ട് അവിടെ വന്നു. യേശുവായിട്ടല്ല യേശു അവിടെ വന്നത്. അതിന് പിന്നീട് ദേവാലയത്തിൽ വെച്ച് കണ്ടിട്ടാണ് ആ യേശു അവനോട് പറഞ്ഞത്, നിനക്ക് ദൈവം ഇത്രയും സൗഖ്യം തന്നല്ലോ, ഇനി നീ പാപം ചെയ്യരുത്. അപ്പോഴാണ് അവന് മനസ്സിലായത്, യേശുവാണ് എന്നെ സൗഖ്യപ്പെടുത്തിയത്. ദൈവത്തിന് പലതും നിനക്ക് മനസ്സിലാകത്തില്ല. നീ അറിയാത്ത മേഖലകളിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത് നിനക്ക് ഇപ്പോൾ മനസ്സിലാകത്തില്ല. നാളെ ഒരു ദിവസം നീ അറിയും. അന്ന് നീ കണ്ണുനീരോടെ കടന്നു വരും. അന്ന് നീ പറയും, അന്ന് യേശു എന്നെ വിടുവിച്ചത് കൊണ്ടാ ഇന്ന് ഞാൻ ജീവനോട് കൂടെ ഇവിടെ കടന്നു വന്നത്. എന്ന് നീ പറയുന്നു, എനിക്കറിയത്തില്ല. ആരോ ഒരുത്താൻ യേശുവല്ല ആരോ ഒരുത്തൻ എന്ന് പറയുന്നു. പക്ഷേ ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കണ്ടിട്ട് അവൻ പറഞ്ഞു, യേശുവാണ് എന്നെ സൗഖ്യപ്പെടുത്തിയത്. ഇന്ന് പകൽ സമയം ദൈവത്തിനന്മേ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സൗഖ്യദായകനായി യേശു നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവിന് ചെയ്യുവാൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. വീണ്ടും പോയി ആ പടുക്കയിൽ കിടക്കാനല്ല. ഒരു കാര്യമുണ്ട്, ഈ കട്ടിൽ അവിടെ ഇട്ടാണ്ടല്ലോ, അടുത്തു വരുന്ന രോഗി അതിൽ കയറി കിടക്കും. അന്ന് തൊട്ട് അവിടെ ഒരു അത്ഭുതവും നടന്നിട്ടില്ല. അതിനുശേഷം അവിടെ ഒരു ദൈവദൂതനും ഇറങ്ങിയിട്ടില്ല. ചുമ്മാ നിന്റെ സമയം കളയാനേ പറ്റൂ. ഇനി ആരെങ്കിലും ഒന്ന് ഇതിൽ കയറി കിടക്കാതിരിക്കാനാണ് യേശു പറഞ്ഞത്, ഈ കട്ടിലും എടുത്തോണ്ട് പോകാൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ പലതും എടുത്തുകൊണ്ട് പോകാൻ ദൈവം നിന്നോട് പറയുക. ഹല്ലേലൂയ. പലതും നിനക്ക് വിട്ടാൻ മനസ്സിലല്ലേ? ഹല്ലേലൂയ. ദൈവം നിന്നെ പിടിക്കും. ദൈവം പറയുന്നത് അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ മുന്നും പിന്നും ഉണ്ണை நெருக்கி என் கரத்தை உண்மையில் வைப்பேன் என்று தேவன் சொல்லுகிறார். ஹல்லேலூயா ஸ்தோத்திரம். ஹல்லேலൂயா ஸ்தോത്രം. ഇപ്പോൾ ചിലപ്പോ ഓടി പോകാമെന്ന് വിചാരിക്കാം. ഹല്ലേലൂയ. പക്ഷേ ആ കൊളുത്ത് നിന്റെ വായിൽ കിടക്കുന്നത് വരെ, ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് വരെ, നീ എവിടെ പോയാൽ ദൈവത്തിന്റെ വിളി നിന്നെ വിടുകയില്ല. ഒരു ദിവസം അവൻ കൊളുത്തിട്ട് നിന്നെ പിടിക്കും. നിന്നെ മലത്തിയടിക്കും. അന്ന് നീ നിലവിളിച്ചുകൊണ്ട് മടങ്ങി വരും. ഇന്ന് നമുക്ക്
കളിയും തമാശ അല്ലെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇതിപ്പോ എന്നാ വലിയ കാര്യമാണോ? ഹല്ലേലൂയ. ആരറിയാനാ അല്ലെ? ഹല്ലേലൂയ. യേശു നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അല്ല ബാലന്റെ ആ കൊച്ചു ബാലൻ അവന്റെ ഹൃദയം ഒന്ന് നോക്കണേ. യേശുവിന് അവൻ അപ്പോ 2 മീനും കൊടുത്തു. നമ്മളാണ് കൊടുക്കുകയില്ല, കൊടുക്കുവോ? 3 ദിവസം പട്ടിണി കിടന്നിട്ട് യേശുവിന് അത് കൊടുത്തു. അതാണ് ഒരു ബാലന്റെ ഹൃദയം എന്ന് പറയുന്നത്. അത് ദൈവം ചോദിച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കണം കേട്ടോ. ദൈവം പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. അത് നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. അത് തകർക്കുവാൻ ശത്രുവിനെ തകർത്തുകൊണ്ടിരിക്കുക. നിന്നെ ദൈവം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിന്റെ പദ്ധതിക്ക് നിന്നെ വഴങ്ങിക്കൊടുക്കുക. അത് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചുകൊട്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയിട്ട് മടങ്ങി വരുന്നതിന് മുൻപേ, കണ്ണുനീരോടും വേദനയോടും കൂടെ മടങ്ങി വരുന്നതിന് മുൻപേ, ഇന്ന് പകൽ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹാലല് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. അത് പല അടികൾ കൊള്ളാതിരിപ്പാൻ ദൈവം നിന്നെ ഇന്ന് വിളിക്കുകയാണ്. അത് ഇനിയും ഞാൻ അടി കൊണ്ടിട്ടേ വരുമെന്ന് പറയുകയാണെങ്കിൽ ദൈവം വീണ്ടും നിന്റെ പുറകെ വരും. നിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കാം. ഹാലല് ദൈവം നിന്റെ പുറകിലുണ്ട്. ഒരു ഇന്ന് പകൽ സമയം നമ്മളെ സമർപ്പിച്ച് ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. രോഗാശയ്യയിലെനിക്കോ സഹായകനും രാക്കാല ഗീതവുമാവ രോഗ